മിശിഹായിൽ എൻ്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഭാരതത്തിൻ്റെ അപ്പസ്തോലനും ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനുമായ മാർത്തോമാ ശ്ലീഹായെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുക. സംശയാലുവായ തോമസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തോമാ ശ്ലീഹായെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ തോമാ ശ്ലീഹായുടെ ജീവിത സാക്ഷ്യം നമുക്ക് വലിയ ഒരു പാഠമാണ്. ജൂലൈ 3-ാം തീയതിയും ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന പുതുഞായറാഴ്ചയും തോമാ ശ്ലീഹായുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കാറുണ്ട്. തോമാ ശ്ലീഹ ജനിച്ചത് ഈശോ കൂടുതൽ പ്രവർത്തിച്ചിരുന്ന ഗലീലിയിലെ ഒരു യഹൂദ കുടുംബത്തിലാണ്. ഈശോയുടെ വളർത്തുപിതാവായ യൗസേപ്പിനെ പോലെ തോമാ ശ്ലീഹായും ഒരു ബിൽഡറായിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്. മറ്റു അപ്പസ്തോലന്മാരെ പോലെ തന്നെ തോമാ ശ്ലീഹായും സർവ്വതും ഉപേക്ഷിച്ച് ഈശോയുടെ പിന്നാലെ നടക്കുകയുണ്ടായി. തോമാ ശ്ലീഹായുടെ ജനനം എന്നാണെന്ന് അറിയത്തില്ലെങ്കിലും അദ്ദേഹം മരിച്ചത്, അല്ലെങ്കിൽ രക്തസാക്ഷിത്വം മരിച്ചത് 72-ാം ആണ്ട് ഡിസംബർ 21-നാണ്. ഈശോയുടെ അതേ പ്രായമായിരുന്നു തോമാ ശ്ലീഹായ്ക്കും എന്നാണ് വിശ്വസിക്കുക. ഇനി തോമാ ശ്ലീഹായുടെ പേരിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ജൂദാസ് തന്നെയാണ്. പല യൂദാസുമാരുള്ളത് കൊണ്ട്, യൂദാസ് കറിയാത്ത, യൂദാസ് സദേവൂസ് അങ്ങനെയുള്ളത് കൊണ്ട് തോമാ ശ്ലീഹായെ തിരിച്ചറിയുവാൻ വേണ്ടി ജൂദാസ് ദ ട്വിൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ ജൂദാസ് തോമസ്. തോമസ് എന്ന വാക്ക് ഒരു ഹിബ്രായ പദമാണ്. അതിൻ്റെ അർത്ഥം ഇരട്ട എന്നതാണ്. അതിൻ്റെ ഗ്രീക്ക് ഭാഷയാണ് ദിദിമൂസ്. അപ്പോൾ തോമസ് എന്നോ ദിദിമൂസ് എന്നോ പറഞ്ഞാൽ ഇരട്ട എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന് ഒരു ഇരട്ട സഹോദരനോ അല്ലെങ്കിൽ ഇരട്ട സഹോദരിയോ ഉണ്ടായിരുന്നു. യഹൂദന്മാർക്ക് അക്കാലത്ത് ഒരു യഹൂദ നാമവും ഒരു വിജാതീയ നാമവും ഉണ്ടായിരിക്കും. യൂദയായിലായിരിക്കുമ്പോൾ അവർ ഒരു പേരിൽ അറിയപ്പെടും. അതുപോലെ തന്നെ വിജാതീയ പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ ഹെബ്രായ ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായി ഗ്രീക്ക് ഭാഷയിലുള്ള പേരിലായിരിക്കും അവർ അറിയപ്പെടുക. അങ്ങനെയാണ് പൗലോസ് ശ്ലീഹ സാവൂൾ എന്നും പോൾ എന്നും അറിയപ്പെടുക. അതുപോലെ തോമസും ദിദിമൂസും. സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ഈശോയോട് ചേർന്ന് തോമാ ശ്ലീഹ പൂർണ്ണമായി പരസ്യജീവിതകാലത്ത് യാത്ര ചെയ്യുന്നു. ഈശോയുടെ പ്രബോധനങ്ങൾ കേൾക്കുകയും അതുപോലെ തന്നെ ഈശോ ചെയ്യുന്ന അത്ഭുതങ്ങൾ കാണുകയും ചെയ്യുന്നു. ഈശോയുടെ മാർഗങ്ങൾ അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കുന്നു. പെന്തക്കോസ്താ തിരുനാളിൽ അദ്ദേഹം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. ഈശോയുടെ ഉദ്ധാനശേഷം ഗലീലിയ തടാകത്തിൻ്റെ തീരത്ത് 7 പേര് കൂടി മീൻ പിടിക്കാൻ പോയപ്പോൾ അത്ഭുതകരമായി മീൻ പിടിക്കുവാൻ ഈശോ സഹായിക്കുന്നതുമൊക്കെ തോമാ ശ്ലീഹായും ആ കൂട്ടത്തിലുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 3 അവസരങ്ങളിൽ തോമാ ശ്ലീഹായെക്കുറിച്ച് പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഒന്ന്, ലാസർ രോഗിയായിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ, സഹോദരിമാർ ഈശോയെ അറിയിക്കുമ്പോൾ ഈശോ അല്പം വൈകുന്നു. അതിനുശേഷം ഈശോ വെളിപ്പെടുത്തുന്നു അവൻ മരിച്ചു, അല്ലെങ്കിൽ അവൻ ഉറങ്ങുകയാണ്. അവിടേക്ക് ജെറുസലേമിലേക്ക് പോകുവാൻ ഈശോ തയ്യാറാകുമ്പോൾ അപ്പസ്തോലന്മാർക്കെല്ലാം ഭയമായി. കാരണം ഈശോയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ യഹൂദന്മാർ നോക്കിയിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് അവിടെ പോയാൽ തങ്ങളും മരിക്കും എന്നുള്ള ഭയത്തിൽ മടിച്ചു നിൽക്കുമ്പോൾ തോമാ ശ്ലീഹായാണ് മരിക്കുവാൻ നമുക്കും അവനോടുകൂടി പോകാം എന്ന് പറഞ്ഞ് ഈ അപ്പസ്തോലന്മാർക്ക് ധൈര്യം കൊടുത്തുകൊണ്ട് ഈശോയോടൊത്ത് മരിക്കുവാൻ പോലും തയ്യാറാകുന്ന തോമാ ശ്ലീഹ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമുക്ക് അത് കാണുവാൻ സാധിക്കും. ഇനി മറ്റൊന്ന് തോമാ ശ്ലീഹായുടെ ആകാംക്ഷയാണ്. അതായത് അന്ത്യ അത്താഴ വേളയിൽ ഈശോ പറഞ്ഞു, ഞാൻ പോവുകയാണ്, ഞാൻ പോകുന്ന വഴി നിങ്ങൾക്കറിയാം എന്ന് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുമ്പോൾ അപ്പസ്തോലന്മാർ പറയുന്നു, നീ എവിടേക്ക് പോകുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് തോമാ ശ്ലീഹായാണ് ശിഷ്യന്മാർക്ക് വേണ്ടി ചോദിക്കുന്നത്. You know the way to where I'm going. We don't know where you're going. How can we know the way?
I am the way, the truth, and the life. ആ അവസരത്തിലാണ് ഈശോ പറയുക, ഞാൻ വഴിയാണ്, ഞാൻ സത്യമാണ്, ഞാൻ ജീവനാണ്. എന്നിലൂടെ അല്ലാതെ മറ്റാർക്കും എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ പറ്റുകയില്ല. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വാക്യം. അങ്ങനെ ഈശോയുടെ മാർഗം, ഈശോയാണ് മാർഗം എന്ന് വെളിപ്പെടുത്തുവാൻ തോമാസ് ലീഹായാണ് കാരണമായത്. അതുകൊണ്ട് തന്നെ ആ മാർഗത്തിന് തോമാസ് ലീഹ പ്രാധാന്യം കൊടുത്തു. ഈശോയുടെ മാർഗം പഠിപ്പിച്ച ഭാരതത്തിലെ ആളുകളെ പറ്റി പറഞ്ഞിരുന്നത് മാർഗം കൂടിയവർ എന്നാണ്. ഈശോയുടെ മാർഗം, തോമായുടെ മാർഗത്തിൽ കൂടിയവരാണ് ഈ മാർഗം കൂടിയവർ. ആ മാർഗത്തിൽ വസിക്കുന്നവരാണ് മാർഗവാസികൾ. ആ മാർഗത്തെ ഒരു നൃത്തമായി അവതരിപ്പിക്കുന്നതാണ് മാർഗംകളി. ഇനി മൂന്നാമതായിട്ട് യോഹന്നാൻ സുവിശേഷൻ അവതരിപ്പിക്കുന്നത് സംശയാലുവായ തോമസിനെ പറ്റിയാണ്. അതായത് ഈശോയുടെ ഉദ്ധാനശേഷം അന്നേ ദിവസം തന്നെ വൈകുന്നേരം മാളിക മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ശിഷ്യഗണത്തിന് ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ തോമാസ് ലീഹ ആ കൂടെ ഇല്ല. തോമാസ് ലീഹ എന്തുകൊണ്ട് അവിടെ ഇല്ല എന്നുള്ളതിന് വിശദീകരണം പറയുന്നത് ഒരുപക്ഷെ അദ്ദേഹം ഏകനായി പോയി ദുഃഖാചരണം നടത്താൻ പോകുന്നതാകാം, അല്ലെങ്കിൽ ശിഷ്യഗണങ്ങൾ യഹൂദന്മാരെ ഭയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് പുറത്ത് സംഭവിക്കുന്നത് എന്നത് പഠിക്കാൻ പോയതാകാം ധൈര്യത്തോടെ. ഏതായാലും 3 കാര്യങ്ങൾ തോമാസ് ലീഹായ്ക്ക് ആ അവസരത്തിൽ നഷ്ടപ്പെടുകയാണ്. ഒന്ന്, ഉദ്ധിതനായ മിശിഹായെ കാണുക എന്ന് പറയുന്ന ഒരു വലിയ അനുഭവം അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ്. രണ്ടാമത്, ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ ശിഷ്യന്മാർക്ക് അവരുടെ മേൽ ഊതിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകുന്നുണ്ട്, അത് തനിക്ക് നഷ്ടപ്പെട്ടു. മൂന്നാമത്, അപ്പസ്തോലന്മാരോട് നിങ്ങൾ വചനം പ്രഘോഷിക്കാൻ പോവുക എന്ന് പറഞ്ഞ് അവരെ കമ്മീഷൻ ചെയ്യുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ. ഇത് മൂന്നും മറ്റ് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ തനിക്കതെല്ലാം ഇപ്പോൾ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ഹൃദയവേദനയോടുകൂടിയാണ് തോമസ് പറയുക, ഞാൻ നിങ്ങൾക്ക് പറയുന്നത് വിശ്വസിക്കാം, പക്ഷേ എനിക്ക് ആ ഉദ്ധിതനായ മിശിഹായിൽ വിശ്വസിക്കണമെങ്കിൽ ഇതേ അവസരങ്ങൾ എനിക്കും ഉണ്ടാകണം. അതുകൊണ്ട് അദ്ദേഹം ഒരു നിർബന്ധം പറയുകയാണ്, എനിക്കും ഉദ്ധിതനായ ഈശോയെ കാണണമെന്ന്. തോമാസ് ലീഹ പിന്നെ ഈശോയെ ഉപേക്ഷിച്ചോ അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മ വിട്ടോ പോവുകയല്ല. പിന്നെ തോമാസ് ലീഹ ഒരു പാഠം പഠിച്ചു, ശിഷ്യന്മാരുടെ കൂടെ നിന്ന് പ്രാർത്ഥിച്ചാലേ ഉള്ളൂ ഈശോ വരുമ്പോൾ തനിക്കും ആ അനുഭവത്തിലേക്ക് വരുവാൻ പറ്റുകയുള്ളൂ. അങ്ങനെ പിറ്റേ ഞായറാഴ്ച ഈശോ സിഹിയോൻ ശാലയിൽ അവിടെ പ്രത്യക്ഷപ്പെടുന്ന അവസരത്തിൽ തോമാസ് ലീഹായുമുണ്ട്. അപ്പോൾ ഈശോ തോമാസ് ലീഹായെ പ്രത്യേകമായിട്ട് വിളിക്കുകയാണ്, തോമാ നീ ഇവിടെ വരിക, എൻ്റെ മുറിവുകൾ കാണുക, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറയുമ്പോൾ തോമാസ് ലീഹ ഒരു വലിയ പ്രഖ്യാപനം നടത്തുകയാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. അതിന് ആഴമായ ഒരു അർത്ഥമുണ്ട്. എൻ്റെ കർത്താവേ അല്ലെങ്കിൽ മൈ ലോഡ് എന്ന് പറയുമ്പോൾ എന്നേക്കാൾ ശ്രേഷ്ഠനായ ആരെയും വിളിക്കുന്ന ഒരു പദമാകാം, അല്ലെങ്കിൽ ദൈവത്തെ വിളിക്കുന്ന പദമാകാം. അപ്പോൾ ഇത്രയും നാളും നീ എൻ്റെ നാഥനാണ്, എൻ്റെ ഗുരുവാണ് എന്നൊക്കെ തോമാസ് ലീഹ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്തിരുന്നുവെങ്കിൽ തോമാസ് ലീഹ ഇപ്പോൾ ബോധ്യത്തോടെ പറയുകയാണ്, എൻ്റെ ഗുരുവായ അങ്ങ്, എൻ്റെ നാഥനായ അങ്ങ് ഇനി എൻ്റെ ദൈവം കൂടിയാണ്. അങ്ങനെ ഒരു വലിയ ബോധ്യത്തിലേക്ക് വരുവാൻ തോമാസ് ലീഹ കാരണമാകുന്നു. മറ്റൊന്ന്, ഈ അനുഭവത്തിലൂടെയാണ് ഈശോയുടെ ഉദ്ധാനത്തെക്കുറിച്ച് ഒന്നുകൂടി ക്രൈസ്തവ ലോകത്തിന് തെളിവായിട്ട് കൊടുക്കുവാനും കാരണമായിത്തീരുന്നു. തോമാസ് ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഈശോയ്ക്ക് തൻ്റെ പരസ്യജീവിത കാലത്ത് 3 വർഷവും ഏതാനും മാസങ്ങളേ ഉള്ളൂ ഈശോ പരസ്യജീവിതം നടത്തുന്നുള്ളൂ. അതിനുശേഷം തൻ്റെ സഭയെ സ്ഥാപിച്ചുകൊണ്ട് അത് നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതിന് ഒരു സക്സഷൻ പ്ലാൻ, ഒരു പിന്തുടർച്ചാവകാശത്തിൻ്റെതായ ഒരു പദ്ധതി ഈശോ തയ്യാറാക്കി. അതിന് പ്രകാരമാണ് 72 ശിഷ്യന്മാരെയും 12 അപ്പസ്തോലന്മാരെയും തിരഞ്ഞെടുക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തത്. അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിൽ തോമാസ് ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് കാര്യമായിട്ട് വിശദീകരിക്കുന്നില്ല. എന്നാൽ ചില അപ്രാമാണിക ഗ്രന്ഥങ്ങളിലും പാരമ്പര്യങ്ങളിലും തോമാസ് ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അതിന് പ്രകാരം തോമാസ് ലീഹ ബാബിലോണിയയിലും പേർഷ്യയിലും, അതായത് ആധുനിക ഇറാഖിലും ഇറാനിലും വചനം പ്രഘോഷിച്ചിരുന്നുവെന്നും അതിന് ഒരു കാരണം യഹൂദന്മാർ പല കോളനികളായിട്ട് അവിടങ്ങളിൽ ഉണ്ടായിരുന്നുവെന്നുമാണ്. കാരണം യഹൂദന്മാരോട് യഹൂദ മതത്തിൻ്റെ പിന്തുടർച്ചയാണ് ക്രൈസ്തവ മതമെന്നും ബൈബിളിൽ പറയുന്ന പഴയ നിയമത്തിലെ പല കാര്യങ്ങളും ഈശോയിൽ പൂർത്തീകരിച്ചുവെന്നും ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ എളുപ്പമായിരുന്നു. ഇനി ചില പാരമ്പര്യങ്ങളിൽ ക്രിസ്തുവർഷം 52-ാം ആണ്ടിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് കപ്പൽ മാർഗം മലബാർ തീരങ്ങളിലേക്ക്
കച്ചവടക്കാരുടെ കപ്പലിൽ തോമാസ് ലീഹ വന്ന് സുവിശേഷം പ്രസംഗിച്ചുവെന്ന് പറയുന്നുണ്ട്. അവിടെ തോമാസ് ലീഹായെ ആളുകൾ സ്വാഗതം ചെയ്തു. പ്രത്യേകിച്ച് ചില യഹൂദ കോളനികൾ, ചെറിയ കോളനികൾ മലബാർ തീരങ്ങളിലും അക്കാലത്ത് ഉണ്ടായിരുന്നു. 7 പള്ളികളാണ് തോമാസ് ലീഹ സ്ഥാപിച്ചതായിട്ട് പറയുക. ഒന്ന് മാലിങ്കര അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ, അവിടെയാണ് ഭാരതത്തിലെ ആദ്യത്തെ ക്രൈസ്തവ സമൂഹം ഉണ്ടായത്. രണ്ടാമത്തേത് പാലയൂരാണ്, തൃശ്ശൂരിനടുത്ത്. അവിടെ ഒരു കഥ പറയുന്നുണ്ട്. അതായത് അവിടെയുള്ള അമ്പലക്കുളത്തിൽ ഏതാനും ബ്രാഹ്മിൻസ് അല്ലെങ്കിൽ ഹിന്ദു പുരോഹിതന്മാർ പ്രാർത്ഥിക്കുകയാണ്. ആ അമ്പലക്കുളത്തിൽ നിന്ന് വെള്ളമെടുത്ത് അവർ മുകളിലേക്ക് എറിയുന്നു. അങ്ങനെ ദേവന് സമർപ്പിക്കുന്ന ആ വെള്ളം തിരികെ താഴേക്ക് വരികയാണ്. അപ്പോൾ തോമസ് ലീഹ അത് നിരീക്ഷിച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ ദൈവം നിങ്ങൾ സമർപ്പിക്കുന്ന ജലം സ്വീകരിക്കുന്നില്ലല്ലോ, എന്നാൽ ഞാൻ ജലം എൻ്റെ ദൈവത്തിന് അയക്കുമ്പോൾ അത് അവിടെ നിൽക്കും എന്ന് പറഞ്ഞ് തോമസ് ലീഹ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് ആ കുളത്തിൽ നിന്ന് വെള്ളമെടുത്ത് മുകളിലേക്ക് തളിക്കുമ്പോൾ ആ വെള്ളം മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ യഥാർത്ഥ ദൈവം തോമസ് ലീഹായുടേതാണെന്ന് ബോധ്യപ്പെട്ട ബ്രാഹ്മിൻസ് അവർ മാനസാന്തരപ്പെടുകയും തോമസ് ലീഹായിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ സ്ഥലം കോക്കമംഗലം, ആലപ്പുഴ അടുത്താണ്. അവിടെയുള്ള ആളുകളെ, പ്രത്യേകിച്ച് മുക്കുവന്മാരെയും തോമസ് ലീഹ മാനസാന്തരപ്പെടുത്തുന്നു. നാലാമത്തേത് തിരുവല്ലയ്ക്കടുത്തുള്ള നിരണം. അഞ്ചാമത്തേത് നിലയ്ക്കൽ അല്ലെങ്കിൽ ചായൽ. അവിടെയാണ് ശബരിമലയുടെ ആ മലമ്പ്രദേശങ്ങളാണ്, ഉയർന്ന പ്രദേശങ്ങളാണ്. ആറാമത്തേത് കോട്ടക്കാവ്, അതായത് നോർത്ത് പറവൂരിനടുത്തുള്ള സ്ഥലമാണ്. ഏഴാമത്തേത് കൊല്ലം. ഇനി അതുകൂടാതെ ഒരു അരപ്പള്ളിയെ പറ്റി പറയുന്നുണ്ട്. ഈ അരപ്പള്ളി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു ചെറിയ ക്രൈസ്തവ സമൂഹമാകാം, അല്ലെങ്കിൽ ഒരു ചെറിയ ദേവാലയമാകാം. അത് ഇപ്പോഴത്തെ തമിഴ്നാട്ടിലുള്ള കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ തിരുവിതാംകൂട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ പ്രാദേശിക രാജാവ് കൊടുത്ത സ്ഥലത്ത് തോമസ് ലീഹ ഒരു ചെറിയ പള്ളി സ്ഥാപിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. തോമസ് ലീഹ പല കുടുംബങ്ങളെയും മാനസാന്തരപ്പെടുത്തിയതായി പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് പകലാമറ്റം, ശങ്കരപുരി, കല്ലി, കാളിയങ്കൽ, നെടുമ്പള്ളി, പനയ്ക്കമറ്റം, കുന്നപ്പള്ളി, വാഴപ്പള്ളി, പയ്യപ്പള്ളി, മാളിയേക്കൽ, പട്ടമുക്ക്, തയ്യൽ, ഇങ്ങനെ പല കുടുംബങ്ങളും തോമസ് ലീഹായിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചവരാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട്. ചില പൗരസ്ത്യ പാരമ്പര്യമനുസരിച്ച് തോമസ് ലീഹ ചൈനയിൽ ക്രിസ്തുവർഷം 64-ാം ആണ്ടിലും ജപ്പാനിൽ 70-ാം ആണ്ടിലും സുവിശേഷം പ്രസംഗിച്ചതായിട്ട് പറയുന്നുണ്ട്. 3-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു സുറിയാനി ഗ്രന്ഥമാണ് തോമസ് ലീഹായുടെ നടപടി പുസ്തകം. അതിൽ പ്രകാരം കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം, പെന്തക്കോസ്ത് തിരുനാളിന് ശേഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പോകുവാൻ വേണ്ടി അപ്പസ്തോലന്മാർ നറുക്കിട്ട് തീരുമാനിക്കുകയാണ് ആര് എവിടെ പോകണമെന്ന്. അപ്പോൾ തോമസ് ലീഹായ്ക്ക് നറുക്ക് വീണത് ഭാരതത്തിലേക്ക് പോകുവാനാണ്. എന്നാൽ അവിടെ പോകാൻ തോമസ് ലീഹ മടിക്കുകയാണ്. അപ്പോൾ ഈശോ ഒരു ദർശനത്തിലൂടെ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് തൻ്റെ പിന്തുണ നൽകിക്കൊണ്ട് തോമസ് ലീഹായെ ധൈര്യപ്പെടുത്തുന്നു. ഏതാണ്ട് ഇതേ സമയം ഇൻഡോ പാർത്തിയൻ രാജാവായിരുന്ന ഗണ്ടഫോറസ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിനിധിയായ അബ്ബാനസിനെ ജെറൂസലമിലേക്ക് അയക്കുകയാണ്. ഈ ഗണ്ടഫോറസ് രാജാവിന് ഇന്ത്യയിലൊരു കൊട്ടാരം നിർമ്മിക്കണം. അതിന് പറ്റിയ ഒരു ആർക്കിടെക്റ്റിനെ തരപ്പിയാണ് അദ്ദേഹം പോവുക. അങ്ങനെ അബ്ബാനസ് ജെറൂസലമിൽ വരുമ്പോൾ ഈശോ അബ്ബാനസിന് പ്രത്യക്ഷപ്പെടുന്നു. അബ്ബാനസിന് ഈശോ ആരാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഈശോ പറയുകയാണ്, നീ ഒരു ആർക്കിടെക്റ്റിനെ അന്വേഷിക്കുകയാണല്ലേ, എങ്കിൽ എൻ്റെ ഒരു ശിഷ്യൻ അതിന് പറ്റിയതുണ്ട് എന്ന് പറഞ്ഞ് ദൂരെ നിൽക്കുന്ന തോമസ് ലീഹായെ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ അബ്ബാനസ് തോമസ് ലീഹായോട് ഒന്ന് സംസാരിക്കുമ്പോൾ ഈശോയുടെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തോമസ് ലീഹ അബ്ബാനസിൻ്റെ കൂടെ ഭാരതത്തിലേക്ക് പോകുന്നു. അന്നത്തെ ഭാരതം എന്ന് പറയുന്നത് ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, ബലൂചിസ്ഥാൻ, പഞ്ചാബ്, സിന്ധ് തുടങ്ങിയ ദേശങ്ങളാണ്. അവിടെ ക്രിസ്തുവർഷം 20 മുതൽ 46 വരെ വർഷങ്ങളിൽ രാജാവായിരുന്നത് ഗൊണ്ടഫോറസ് രാജാവാണ്. അങ്ങനെ തോമസ് ലീഹ അബ്ബാനസിൻ്റെ കൂടെ ഗൊണ്ടഫോറസ് രാജാവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ഗൊണ്ടഫോറസ് രാജാവ് ധാരാളം ധനം നൽകിയിട്ട് പറയുകയാണ്, എനിക്ക് മനോഹരമായ കൊട്ടാരം നിർമ്മിക്കണം. തോമസ് ലീഹയാകട്ടെ ആ ധനം ഉപയോഗിച്ച് പാവപ്പെട്ട ആളുകളെ സഹായിച്ചുകൊണ്ടും സുവിശേഷം പ്രഘോഷിക്കുകയാണ്, ആളുകളെ മാനസാന്തരപ്പെടുത്തുകയാണ്. എന്നാൽ തോമസ് ലീഹ തനിക്ക് വേണ്ടി കൊട്ടാരം നിർമ്മിക്കുന്നില്ല, അവനൊരു പക്ഷേ ആ പണം ദുരുപയോഗിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ രാജാവ് തോമസ് ലീഹായെ തൻ്റെ സന്നിധിയിലേക്ക് വിളിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ തോമസ് ലീഹ പറഞ്ഞു,
അല്ലയോ രാജാവേ, ഞാൻ അങ്ങേക്ക് വേണ്ടി ഒരു കൊട്ടാരം നിർമ്മിക്കുന്നുണ്ട്. പക്ഷെ അത് ഈ ഭൂമിയിലല്ല, സ്വർഗത്തിലാണ്. അങ്ങ് മരിച്ചു കഴിയുമ്പോൾ അങ്ങ് ആ കൊട്ടാരത്തിൽ താമസിക്കുവാൻ സാധിക്കും. പക്ഷേ രാജാവിന് വിശ്വാസമില്ലാത്തത് കൊണ്ട്, തന്നെ വഞ്ചിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് തോമാസ് ലീഹായെ അദ്ദേഹം കാരാഗൃഹത്തിൽ അടയ്ക്കുന്നു. തോമാസ് ലീഹ കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ ഈ രാജാവിൻ്റെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ ഗാദ് മരിക്കുന്നു. അതിൽ ദുഃഖിതനായ രാജാവ് അത്ഭുത പ്രവർത്തകനായ തോമായെ തടവറയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് തൻ്റെ സഹോദരൻ്റെ ഡെഡ് ബോഡിയിൽ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നു. അങ്ങനെ തോമാസ് ലീഹ പ്രാർത്ഥിക്കുമ്പോൾ ഗാദ് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ഗാദ് ഒരു സാക്ഷ്യം പറയുകയാണ്, ഞാനിങ്ങനെ ജീവനില്ലാതെ കിടന്ന അവസരത്തിൽ ഞാൻ മനോഹരമായ ഒരു കൊട്ടാരം കണ്ടു. അത് ഈ തോമാസ് ലീഹ അങ്ങേക്ക് വേണ്ടി സ്വർഗത്തിൽ നിർമ്മിക്കുന്ന കൊട്ടാരമാണ്. അപ്പോൾ ഗൊണ്ടഫോറസ് രാജാവിന് തോമാസ് ലീഹ പറഞ്ഞ വാക്കിൽ വിശ്വാസം വന്നു. അദ്ദേഹം ഉടനെ തോമാസ് ലീഹയുടെ മുമ്പിൽ സാഷ്ടാംഗം വീണിട്ട് ക്ഷമായാചന നടത്തി തൻ്റെ തെറ്റിന്. അതിനുശേഷം രാജാവും മറ്റനവധി ആളുകളും മാനസാന്തരപ്പെട്ടുവെന്നും ക്രൈസ്തവമതം സ്വീകരിച്ചുവെന്നുമാണ് ഐതിഹ്യം. തോമാസ് ലീഹയുടെ പേരിൽ അറിയപ്പെടുന്ന തോമാസ് ലീഹയുടെ സുവിശേഷം, തോമാസ് ലീഹയുടെ നടപടി, തോമാസ് ലീഹയുടെ ഇൻഫൻസി ഗോസ്പൽ, ഇങ്ങനെയുള്ള പല പുസ്തകങ്ങളും ഉണ്ട്. പക്ഷേ അതൊന്നും തോമാസ് ലീഹ എഴുതിയതായിട്ടോ അല്ലെങ്കിൽ കാനോനിക ഗ്രന്ഥങ്ങളായിട്ടോ സഭ അംഗീകരിക്കുന്നില്ല. അതൊക്കെ ഹെരസി ആയിട്ടാണ് സഭ കാണുക. പാരമ്പര്യമനുസരിച്ച് തോമാസ് ലീഹ തൻ്റെ ശിഷ്യനായ മാർ അദ്ദായിയെ എദേസായിലേക്ക് സുവിശേഷവൽക്കരണത്തിന് അയക്കുന്നു. അതിനുശേഷം തോമാസ് ലീഹ ടക്സീല, മലബാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് എദേസയിലെ സഭയിലേക്ക് ചില കത്തുകൾ അയക്കുന്നുണ്ട്. ആ കത്തുകൾ എദേസായിലെ സഭയുടെ ഞായറാഴ്ച പ്രാർത്ഥനകളിൽ അവർ വായിക്കുന്നുണ്ട്. അങ്ങനെ എദേസായിലെ സഭയും തോമാസ് ലീഹായും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ടാകുന്നു. എദേസായിലെ ക്രൈസ്തവർ തോമാസ് ലീഹായെ തങ്ങളുടെ തന്നെ അപ്പസ്തോലനായി പരിഗണിക്കുന്നു. അതുകൊണ്ടാണ് പിന്നീട് ക്രിസ്തുവർഷം 232 ജൂലൈ 3-ാം തീയതി മൈലാപ്പൂരിൽ നിന്ന് തോമാസ് ലീഹായുടെ അസ്ഥി ഉൾപ്പെടെയുള്ള ഭൗതിക തിരിശേഷിപ്പുകൾ എദേസായിലെ സഭയിലേക്ക് കൊണ്ടുപോകാനിടയാകുന്നത്. തോമാസ് ലീഹായുടെ ഈ ലേഖനങ്ങൾ അരമായ ഭാഷയിലാണ് എഴുതപ്പെട്ടത്. അത് മറ്റു സഭകളിലേക്ക് വ്യാപിച്ചില്ല, കാനോനികമായി അംഗീകരിച്ചില്ല. കാരണം അത് തോമാസ് ലീഹ ഈ വ്യക്തിഗതമായ സഭയിലേക്ക് എഴുതുന്ന ഒരുതരം ന്യൂസ് ലെറ്ററാണ്, പൗലോസ് ലീഹായുടെ ലേഖനം പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ എദേസായിലെ സഭ അത് വളരെ വിലപ്പെട്ടതായി കണക്കാക്കുകയും അത് സൂക്ഷിച്ചു വയ്ക്കുകയും തങ്ങളുടെ ആത്മീയ പിതാവ് തങ്ങൾക്ക് അയച്ച അമൂല്യനിധിയായി അത് കണക്കാക്കുകയും ചെയ്തു. സുവിശേഷങ്ങളുടെയും അതുപോലെ തന്നെ ലേഖനങ്ങളുടെയും കയ്യെഴുത്ത് പ്രതികളോടൊപ്പം തന്നെ ഇവയും അവർ ദേവാലയത്തിൽ സൂക്ഷിച്ചു വെച്ചു. നിർഭാഗ്യവശാൽ ക്രിസ്തുവർഷം 201 റിവർ ഡെയ്സിൻ നദിയിലുണ്ടായ ഒരു ജലപ്രളയത്തിൽ ദേവാലയം നശിക്കുകയും ആ ദേവാലയത്തോടൊപ്പം ഈ കയ്യെഴുത്ത് പ്രതികൾ നഷ്ടപ്പെടുകയും ചെയ്തു. ഒരു പാരമ്പര്യമനുസരിച്ച് മാതാവിൻ്റെ സ്വർഗാരോപണത്തിന് സാക്ഷ്യം വഹിച്ച ഒരു വ്യക്തിയാണ് തോമാസ് ലീഹ. അല്ലെങ്കിൽ മാതാവ് സ്വർഗാരോപണം ചെയ്തതിന് തെളിവിന് കാരണമായി തീർന്നതും തോമാസ് ലീഹായാണ്. ഇതനുസരിച്ച് അരിമത്തിയാക്കാരൻ ജോസഫിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ദ പാഷൻ ഓഫ് മേരി എന്ന പറയുന്ന ഒരു ടെക്സ്റ്റിൽ പറയുന്നത് ഇപ്രകാരമാണ്: മാതാവ് മരണാസന്നയായ സമയത്ത് മാലാഖമാർ വിവിധ പ്രദേശങ്ങളിലുള്ള അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും മരിക്കുന്നതിന് മുമ്പ് മാതാവിനെ കാണുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതിന് പ്രകാരം അവരെല്ലാം, തോമാസ് ലീഹ ഒഴികെ ബാക്കി എല്ലാവരും മാതാവിനെ വന്ന് കാണുന്നു, മാതാവിൻ്റെ മരണത്തിന് സാക്ഷ്യം വഹിക്കുന്നു, മാതാവിൻ്റെ മൃതസംസ്കാരത്തിൽ പങ്കെടുക്കുന്നു. പക്ഷേ തോമാസ് ലീഹായ്ക്ക് മാതാവ് മരിച്ച 3-ാം ദിവസം മാത്രമേ വരുവാൻ സാധിച്ചുള്ളൂ. തോമാസ് ലീഹയുടെ നിർബന്ധപ്രകാരം അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മാതാവിൻ്റെ ശവകുടീരം തുറക്കുന്നു. അപ്പോൾ മാതാവിൻ്റെ മൃതശരീരം അതിൽ കാണുന്നില്ല. തോമാസ് ലീഹ മുകളിലേക്ക് നോക്കിയപ്പോൾ മാതാവ് സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുന്നതായിട്ട് കാണുന്നു. ഇത് അറിഞ്ഞ് ബാക്കി ശിഷ്യന്മാർ തിരികെ വരികയും മാതാവിൻ്റെ ആ എംപ്റ്റി ടൂംബ് കാണുകയും അതിൽ അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം മാതാവിൻ്റെ ആ സ്വർഗാരോപണത്തിന് ഒരു സാക്ഷിയാകുവാൻ അല്ലെങ്കിൽ ആ വിശ്വാസം പ്രചരിപ്പിക്കുവാൻ തോമാസ് ലീഹായുടെ അനുഭവം കാരണമായി തീരുകയും ചെയ്യുന്നു. തോമാസ് ലീഹായുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചും ഒരു കഥയുണ്ട്. അതായത് തോമാസ് ലീഹ മറ്റപ്പസ്തോലന്മാരെ പോലെ തന്നെ ഈശോയുടെ ശക്തിയാൽ ഈശോയുടെ നാമത്തിൽ അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുകയും ആളുകളെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം സിറിയയിലും പേർഷ്യയിലും ഇന്ത്യയിലുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. 20 വർഷക്കാലം ഇപ്പോഴത്തെ കേരളത്തിൽ സുവിശേഷ വേല ചെയ്ത ശേഷം അദ്ദേഹം തമിഴ്നാട്ടിലെ മൈലാപ്പൂരിലേക്ക് പോകുന്നു. മൈലാപ്പൂർ എന്ന് പറഞ്ഞാൽ മയിലുകളുടെ നഗരമെന്നാണ്, സിറ്റി ഓഫ് പീകോക്സ്.
അവിടെ അദ്ദേഹത്തിന് പ്രാദേശിക രാജാവും ജനങ്ങളും സ്വീകരണം കൊടുക്കുന്നു. തോമാസ് ലീഗ അവിടെ പല അത്ഭുതങ്ങൾ കാണിക്കുന്നു, പല ആളുകളെ മാനസാന്തരപ്പെടുത്തുന്നു. അക്കാലത്ത് ലിറ്റിൽ മൗണ്ട് എന്ന ഒരു ചെറിയ മലയിൽ ഒരു ഗുഹയിൽ തോമാസ് ലീഗ പ്രാർത്ഥിച്ചിരുന്നു. അതിനോട് ചേർന്നുള്ള ഒരു മലയിൽ തോമാസ് ലീഗ ഒരു ദേവാലയം പണിയുന്നുണ്ട്. അതാണ് പിന്നീട് പോർച്ചുഗീസുകാർ ദേവാലയം പണിത് സെൻറ് തോമസ് മൗണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ സെൻറ് തോമസ് മൗണ്ടിൽ തോമാസ് ലീഗ കല്ലിൽ കൊത്തിയുണ്ടാക്കിയ ഒരു കുരിശുണ്ടാകുന്നു. ആ കുരിശിന് ദൈവികമായ പ്രകാശമുണ്ടാവുകയും അവിടെ രക്തം പൊടിയുകയും ചെയ്തിരുന്നുവെന്നും അങ്ങനെ ആ അത്ഭുത കുരിശ്, മർത്തോമാ കുരിശ്, പല ആളുകൾക്കും അവരുടെ വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തുവാൻ സഹായിച്ചുവെന്നും പറയുന്നുണ്ട്. മൈലാപ്പൂരിലെ ധാരാളം ആളുകൾ ക്രൈസ്തവമതം സ്വീകരിച്ചപ്പോൾ അവിടെ എതിർപ്പുമുണ്ടാകുന്നു. അങ്ങനെ എതിർത്ത ആളുകളാണ് തോമാസ് ലീഗ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഏതാനും പേര് തോമാസ് ലീഗയെ കുന്തം കൊണ്ട് കുത്തി കൊലപ്പെടുത്തുന്നത്. അങ്ങനെ 72-ാം ആണ്ടിൽ തോമാസ് ലീഗ രക്തസാക്ഷിയാകുന്നു. നമുക്കറിയാം, ഈശോ കുരിശിൽ കിടക്കുമ്പോഴും ഇതുപോലൊരു കുന്തം കൊണ്ട് കുത്തിയാണ് അദ്ദേഹത്തിൻ്റെ തിരുവിലാവ് തുറക്കപ്പെട്ടത്. അതുപോലെ തോമാസ് ലീഗായും കുന്തത്താൽ കുത്തപ്പെട്ട് രക്തസാക്ഷിയായി മാറുകയാണ്. അങ്ങനെ തോമാസ് ലീഗായുടെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ദുഃഖാചരണം നടത്തിയ ശേഷം അവിടെ സംസ്കരിക്കുകയും അതൊരു തീർത്ഥാടന കേന്ദ്രമായി മാറുകയും ചെയ്യുന്നു. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ തോമാസ് ലീഗായ പറയുന്നത്, തോമാസ് ലീഗായുടെ പ്രസംഗവും അത്ഭുത പ്രവൃത്തികളും വഴിയായിട്ട് അവിടെ മൈലാപ്പൂരിലെ രാജാവിൻ്റെ ഭാര്യ അല്ലെങ്കിൽ രാജ്ഞിയും മകനും മാനസാന്തരപ്പെടുന്നു. അതിൽ കോപാകുലനായ രാജാവ് തോമാസ് ലീഗായെ വിളിച്ചു വരുത്തി 72-ാം ആണ്ടിൽ അദ്ദേഹത്തോട് വിഗ്രഹാരാധന നടത്തുവാൻ പറയുന്നു. അതിൽ സന്നദ്ധനാകാതെ തോമാസ് ലീഗ ആ വിഗ്രഹത്തെ സമീപിക്കുമ്പോൾ ആ വിഗ്രഹം ഉടഞ്ഞ് പല കഷണങ്ങളായി ചിതറി വീഴുകയാണ്. അതിൽ കോപാകുലനായ രാജാവ് അന്നത്തെ ഹൈന്ദവ പ്രധാന പുരോഹിതനോട് തോമാസ് ലീഗായെ വധിക്കുവാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ 4 പടയാളികൾ ചേർന്ന് തോമാസ് ലീഗായെ ഒരു മലമുകളിൽ വെച്ച് കുന്തം കൊണ്ട് കുത്തി കൊല്ലുന്നു. തോമാസ് ലീഗായുടെ അവസാനത്തെ പ്രാർത്ഥന താൻ മാനസാന്തരപ്പെടുത്തിയ ആളുകൾക്ക് വേണ്ടിയും ലോകത്തിനു വേണ്ടിയുമായിരുന്നു. സ്വർഗം തുറക്കപ്പെടുകയും ഈശോ തോമാസ് ലീഗായുടെ ആത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് രാജാവ് പശ്ചാത്തപിക്കുകയും ക്രൈസ്തവർക്ക് തോമാസ് ലീഗായുടെ ഭൗതിക ശരീരം ഒരു രാജകീയമായ ശവകുടീരത്തിൽ അടക്കം ചെയ്യുവാനായിട്ട് അനുവദിക്കുകയും ചെയ്യുന്നു. തോമാസ് ലീഗായുടെ ഭൗതിക ശരീരം മൈലാപ്പൂരിൽ നിന്നും എദേസായിലേക്ക് കൊണ്ടുപോകുന്നതിനെപ്പറ്റി പറയുന്നത് ഇപ്രകാരമാണ്. കുഷാൻ ചക്രവർത്തിയായിരുന്ന വാസുദേവൻ 1-ാമൻ രാജാവിൻ്റെ കാലത്ത് കാബിൻ എന്ന് പറയുന്ന ഒരു വ്യവസായി കപ്പൽ മാർഗം തോമാസ് ലീഗായുടെ ഭൗതിക ശരീരം മൈലാപ്പൂരിൽ നിന്നും എദേസായിലെ സഭയിലേക്ക് ക്രിസ്തുവർഷം 232-ാം ആണ്ട് ജൂലൈ 3-ാം തീയതി കൊണ്ടുപോകുന്നു. ഈ ഭൗതിക ശരീരം, ഭൗതിക അവശിഷ്ടങ്ങൾ, ധാരാളം അത്ഭുതങ്ങൾ ഇന്ത്യയിലും എദേസായിലും പ്രവർത്തിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിലാണ് തോമാസ് ലീഗായുടെ നടപടി പുസ്തകം എന്നുള്ള പുസ്തകം എഴുതപ്പെടുന്നത്. പിന്നീട് എദേസായിലെ സഭയിൽ നിന്നും തോമാസ് ലീഗായുടെ തിരുശേഷിപ്പുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ റോമൻ കലണ്ടർ അനുസരിച്ച് തോമാസ് ലീഗ രക്തസാക്ഷിയായത് ഡിസംബർ 21-ാം തീയതിയാണ്. അതുകൊണ്ട് സഭ ഡിസംബർ 21-ാം തീയതി ആയിരുന്നു തോമാസ് ലീഗായുടെ രക്തസാക്ഷിത്വ തിരുനാൾ ആഘോഷിച്ചിരുന്നത്. എന്നാൽ പിന്നീട് 1939 തോമാസ് ലീഗായുടെ തിരുനാൾ ജൂലൈ 3 മാറ്റി. കാരണം വിശുദ്ധ ജെറോം എഴുതിയ മാർട്ടിയോളജി എന്ന് പറയുന്ന പുസ്തകത്തിൽ തോമാസ് ലീഗായുടെ മരണം ജൂലൈ 3 എന്നാണ് രേഖപ്പെടുത്തുക. മറ്റൊരു കാരണം തോമാസ് ലീഗായുടെ ഭൗതിക ശരീരം കൊണ്ടുപോയ ദിവസവും ഈ ജൂലൈ 3-ാം തീയതി ആയതുകൊണ്ട്, പ്രത്യേകിച്ച് ആഗമന കാലത്തിൽ ആ 25 നോയമ്പിന് തടസ്സം വരാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ജൂലൈ 3 ഈ തിരുനാൾ മാറ്റുവാനിടയായത്. ഈ തിരുനാളിന് അതുകൊണ്ട് രക്തസാക്ഷിത്വ ദിനമല്ല, അനുസ്മരണ ദിനം എന്ന അർത്ഥത്തിൽ ദുഃഖറാന എന്ന പേരിലാണ് അറിയപ്പെടുക. പരമ്പരാഗതമായ റോമൻ കത്തോലിക്കരും അതുപോലെ തന്നെ ചില പ്രൊട്ടസ്റ്റന്റ് സഭകളും തോമാസ് ലീഗായുടെ തിരുനാൾ ആഘോഷിക്കുന്നത് ഇപ്പോഴും ഡിസംബർ 21-നാണ്. പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളും ബൈസന്റൈൻ കത്തോലിക്ക സഭയും തോമാസ് ലീഗായുടെ തിരുനാൾ ഒക്ടോബർ 6-ാം തീയതി ആചരിക്കുന്നു. അതുപോലെ തന്നെ സഭ ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞ് വരുന്ന പുതുഞായറാഴ്ച തോമാസ് ലീഗായുടെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. കാരണം ഈശോയെ
എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് തോമാസ് ശ്ലീഹായ്ക്കുണ്ടായ ദർശനത്തെയാണ് ആ തിരുനാളുകൾ അനുസ്മരിക്കുക. മലങ്കര ഓർത്തഡോക്സ് സഭ 3 തിരുനാളുകൾ തോമാസ് ശ്ലീഹായുടേതായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ജൂലൈ 3-ാം തീയതി എഥേസയിലെ സഭയിലേക്ക് തിരുശേഷിപ്പുകൾ കൊണ്ടുപോയതിൻ്റെ ഓർമ്മ, ഡിസംബർ 18-ാം തീയതി തോമാസ് ശ്ലീഹായെ കുന്തംകൂട്ട് കുത്തിയതിൻ്റെ ഓർമ്മ, ഡിസംബർ 21-ാം തീയതി തോമാസ് ശ്ലീഹ രക്തസാക്ഷിത്വം മരിച്ച ദിവസത്തിൻ്റെ ഓർമ്മ. തോമാസ് ശ്ലീഹായെ മധ്യസ്ഥനായിട്ട് അന്ധരായ ആളുകൾ, സംശയാലുക്കളായ വിശ്വാസികൾ, അതുപോലെ തന്നെ കെട്ടിട നിർമ്മാതാക്കൾ, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തകർ, അതുപോലെ തന്നെ സർവേ നടത്തുന്നവർ, ദൈവശാസ്ത്രജ്ഞന്മാർ, പിന്നീട് ചില രാജ്യങ്ങൾ ഇറ്റലി, ഇന്ത്യ, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലെ ഒക്കെ മധ്യസ്ഥനായിട്ട് ആചരിക്കാറുണ്ട്. പരമ്പരാഗതമായ ഐക്കണോഗ്രഫി അനുസരിച്ച് തോമാസ് ശ്ലീഹ ഈശോയുടെ തിരുവിലാവിൽ സ്പർശിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിട്ട് അവതരിപ്പിക്കാറുണ്ട്. തോമാസ് ശ്ലീഹയുടെ മറ്റ് ചില ഐക്കണുകളിലും ചില പ്രതിമകളിലും തോമാസ് ശ്ലീഹ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ചുരുൾ പിടിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ പണിക്കാരുടെ കാർപ്പൻറ്റേഴ്സിൻ്റെ ടൂൾസ് പിടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കുന്തം കൊണ്ട് പിടിച്ചിരിക്കുന്നത്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ, അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം മുതലായവയെ സൂചിപ്പിക്കുന്നതിനായിട്ട് ചിത്രീകരിക്കാറുണ്ട്. തോമാസ് ശ്ലീഹായുടെ ജീവിതത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് സംശയം വരുമ്പോൾ സത്യാന്വേഷികളാവുക. എന്നാൽ അത് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനും ബോധ്യത്തിൽ ഉറച്ചു നിൽക്കുവാനും നമ്മളെ സഹായിക്കണം. രണ്ടാമത്, ഈശോ തോമാസ് ശ്ലീഹായോട് കാണിക്കുന്ന സമീപനമാണ്. താൻ ഇത്ര നാൾ കൂടെ കൊണ്ടു നടന്ന തോമ അവിശ്വാസിയായി മാറി, അല്ലെങ്കിൽ എന്തുകൊണ്ട് നീ കൂട്ടായ്മ വിട്ടുപോയി എന്ന് പറഞ്ഞ് ഈശോ തോമാസ് ശ്ലീഹായെ കുറ്റപ്പെടുത്തുകയല്ല. തോമാസ് ശ്ലീഹ ഉള്ളപ്പോൾ ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് തോമാസ് ശ്ലീഹായ്ക്ക് മുൻപ് നഷ്ടപ്പെട്ടത് എല്ലാം വീണ്ടും കൊടുക്കുകയാണ്. വ്യക്തിപരമായിട്ട് അവന് തൻ്റെ തിരുവിലാവിൽ സ്പർശിക്കുവാനുള്ള, തൻ്റെ വിശ്വാസം പ്രകടിപ്പിക്കുവാനുള്ള അവസരം കൂടി കൊടുക്കുകയാണ്. മറ്റൊന്ന്, തോമാസ് ശ്ലീഹായോട് സുവിശേഷവൽക്കരണത്തിനുള്ള തീക്ഷ്ണതയാണ്. അതായത് ലോകത്തിൻ്റെ വിദൂരങ്ങളിലേക്ക് പോയി വചനം പ്രസംഗിക്കുവാനും അതിനുവേണ്ടി തന്നെ എന്ത് ത്യാഗം സഹിക്കുവാനും അദ്ദേഹം തയ്യാറാവുകയാണ്. മറ്റൊന്ന്, തോമാസ് ശ്ലീഹായുടെ ധീരതയും ആ ഉറച്ച വിശ്വാസത്തിലുള്ള സ്ഥിരതയുമാണ്. പല പ്രതിബന്ധങ്ങളിലും തോമാസ് ശ്ലീഹ കർത്താവിൻ്റെ പരസ്യജീവിത കാലത്ത് പോലും ഈശോ ജെറുസലമിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാർ മടിക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ, അവരോടുകൂടി മരിക്കാൻ നമുക്കും പോകാമെന്ന്. പിന്നീട് തോമാസ് ശ്ലീഹ രക്തസാക്ഷിയായി സുവിശേഷത്തിന് വേണ്ടി രക്തസാക്ഷിയായി ആകുന്നതായി നമ്മൾ കാണുന്നു. തോമാസ് ശ്ലീഹ കാരണമാണ് ഈശോയാണ് പിതാവിലേക്കുള്ള വഴിയെന്ന് ലോകത്തിന് വെളിപ്പെടുത്തുന്നു. ആ വഴി നമുക്ക് വേണ്ടി തോമാസ് ശ്ലീഹ കാണിച്ചു തരുന്നു. ആ ഈശോയാകുന്ന വഴിയിലൂടെ ചരിക്കുവാൻ തോമാസ് ശ്ലീഹ കാണിച്ച മാർഗം നമുക്കും പ്രയോജനപ്പെടുത്താം. തോമാസ് ശ്ലീഹായിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കർത്താവിൻ്റെ ഉദ്ധാന ദിവസം തോമാസ് ശ്ലീഹ അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയിൽ നിന്ന് എന്ത് കാരണത്താലായാലും വിട്ടുനിന്നപ്പോൾ അദ്ദേഹത്തിന് പലതും നഷ്ടപ്പെടുവാനിടയായി. ചില ആളുകൾ പറയും, ഞായറാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിലും എനിക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം. അല്ല, സാധിക്കുമെങ്കിൽ നമ്മൾ പള്ളിയിൽ പോയി നമ്മളുടെ വിശ്വാസ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കുണ്ടാകുന്നത്. പരിശുദ്ധ കുർബാനയെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. അതുകൊണ്ട് ക്രൈസ്തവ കൂട്ടായ്മയുടെ പ്രാധാന്യം തോമാസ് ശ്ലീഹായുടെ അനുഭവത്തിലൂടെ നമ്മളെ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു പാരമ്പര്യമനുസരിച്ച് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണത്തിന് സാക്ഷിയാകുവാനും അത് മറ്റുള്ളവർക്ക് അതൊരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും തോമാസ് ശ്ലീഹായെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ പരിശുദ്ധ അമ്മയോടൊപ്പം സ്വർഗത്തിലേക്ക് പോകുവാനുള്ള മാധ്യസ്ഥം നമുക്ക് തേടാം. അത് നമുക്ക് മാതാവിൻ്റെ സ്വർഗാരോപണത്തിൽ നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം. മറ്റൊന്ന്, അപ്പസ്തോലന്മാരുടെ തോമാസ് ശ്ലീഹായുടെ നടപടി പുസ്തകത്തിൽ കൊണ്ടഫോറസ് രാജാവിനെ തൻ്റെ ജീവിതം പോലും അപകടപ്പെടുത്തിക്കൊണ്ട് തോമാസ് ശ്ലീഹ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്, ഭൗതികമായ സമ്പത്ത് കൊണ്ട് സ്വർഗത്തിലാണ് നമുക്ക് വസതികൾ നിർമ്മിക്കേണ്ടത്. അതുപോലെ തന്നെ ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വസതി ഒരുക്കുവാൻ പോകുന്നു. അതുകൊണ്ട് ഭൗതികമായ സമ്പത്ത് കൊണ്ട് ഭൗതികമായ കൊട്ടാരങ്ങളല്ല നമ്മൾ നിർമ്മിക്കേണ്ടത്, മറിച്ച് അത് പാവങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് സൽപ്രവൃത്തികളിലൂടെ സ്വർഗത്തിലേക്ക് നമുക്ക് മനോഹരമായ വസതികൾ ഒരുക്കാൻ നമുക്ക് ശ്രമിക്കാം. നമുക്കൊരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. സ്നേഹനിധിയായ ഈശോയെ, സംശയാലുവായിരുന്ന തോമാസ് ശ്ലീഹായ്ക്ക് അങ്ങ് പ്രത്യക്ഷപ്പെട്ട് വിശ്വാസത്തിൽ സ്ഥിരപ്പെടുവാനും എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ആ വിശ്വാസം ഏറ്റുപറയുവാനും അങ്ങ് അവസരം നൽകിയല്ലോ. ഞങ്ങളുടെ വിശ്വാസ യാത്രയിൽ ഞങ്ങൾക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ
അങ്ങ് ഞങ്ങൾക്ക് ശക്തി പകരണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തുവാനും ഞങ്ങളുടെ തുറവയുള്ള ഹൃദയം ഒരു മനസ്സും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് തോമാസ് ശ്ലീഹായെ അനുഗ്രഹിച്ച് ശക്തിപ്പെടുത്തിയതുപോലെ ഞങ്ങളെയും വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തി അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ, ലോകമെങ്ങും അങ്ങയുടെ വചനം പ്രഘോഷിക്കുന്നതിന് ഉപകരണങ്ങളാക്കി മാറുവാൻ ഞങ്ങളെയും അങ്ങ് സഹായിക്കണമേ. തോമാസ് ശ്ലീഹായോട് ചേർന്ന് എൻ്റെ കർത്താവെ, അങ്ങയുടെ ദൈവമാകുന്നു എന്ന് പറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മാർ തോമാസ് ശ്ലീഹായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.